പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം? അതാണ് മറ്റൊരു ചോദ്യമായിട്ട് വരുന്നത്. വിശ്വാസം ഇല്ലെങ്കിലും അല്ലെങ്കിൽ മതമില്ലെങ്കിലും ഒരു മനുഷ്യന് നല്ല മനുഷ്യനായിട്ട്, ധാർമ്മികതയുള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കില്ലേ എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, വിശ്വാസവും മതം എന്ന് പറയുന്നത് മനുഷ്യന് കൊടുക്കുന്നത് ഒരു ഫ്രെയിം വർക്കാണ്. അതായത് മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് അവൻ ജനിച്ചത്, എന്തിനാണ് അവൻ വളരുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, അവനെന്താണ്, അവൻ്റെ ഈ ലോക ജീവിതത്തിലെ ദൗത്യം എന്താണ്, ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഏതെല്ലാം രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ ഒരുങ്ങണം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദാശികളോടും വിശ്വാസം സ്വീകരിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ അർത്ഥം കണ്ടെത്തേണ്ട മാർഗ്ഗങ്ങൾ, ആ വിശ്വാസം എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത്, ഫെയ്ത്ത് ആക്ടിവേറ്റഡ് ബൈ ചാരിറ്റി എന്നൊക്കെ നമുക്കറിയാലോ. നമ്മൾ കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ഒരു മാർഗദർശി ഗൈഡ് ലൈൻ കൊടുക്കുന്നത് എപ്പോഴും റിലീജിയനാണ്. അപ്പോൾ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയായ ആ മതത്തിലൂടെ ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ധാർമ്മികമായ മൂല്യങ്ങൾ, മാനുഷികമായ മൂല്യങ്ങൾ, ദൈവികമായ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സാധ്യതകൾ, അങ്ങനെ നമ്മൾ ജീവിക്കാൻ നമ്മളെങ്ങനെ നമ്മളെ തന്നെ ഒരുക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഫെയ്ത്ത് ആൻഡ് റിലീജിയനാണ്. അതിലൂടെയാണ് ഇങ്ങനെയുള്ള ദൈവത്തിൽ നിന്ന് വന്നു നമ്മുടെ ജീവിതത്തിലൂടെ വീണ്ടും ദൈവത്തിൽ തിരിച്ചു പോകണം, ആ ഒരു ലക്ഷ്യബോധമൊക്കെ വരുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഈ പള്ളി പോകാത്തവരും വിശ്വാസമില്ലാത്തവരും എനിക്ക് മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ നല്ല മനുഷ്യരായിട്ട് നല്ല നന്മകൾ ചെയ്ത് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണ്. അവിടെയും നമുക്ക് കാണാൻ നമുക്ക് പറ്റും, അവർക്കൊരു മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷി എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ദൈവിക സ്വരമാണ്. അപ്പോൾ ദൈവം ഇല്ല, മതം വേണ്ട, പള്ളി പോകണ്ട എന്ന് പറയുന്നവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ ചെയ്യാനും മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ പറയാനും മറ്റുള്ള നല്ല വഴിക്ക് നയിക്കാനൊക്കെയുള്ള ആ പ്രചോദനം, മോട്ടിവേഷൻ കൊടുക്കുന്നത് ഈ മനസാക്ഷിയാകുന്ന ദൈവത്തിൻ്റെ സ്വരമാണ്. കാരണം ദൈവമാണ് എല്ലാ നന്മകളുടെയും ഉറവിടം, എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമാണ്. വിശ്വാസവും മതവും ആവശ്യമാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും മതത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടാകാം. കാരണം മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പോരായ്മകളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ ഇന്നുണ്ടാവും, ബലഹീനതകളൊക്കെ ഉണ്ടാകും. എങ്കിലും ആത്യന്തികമായിട്ട് ദൈവത്തിലുള്ള വിശ്വാസവും ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അർത്ഥം നമുക്ക് തരുന്ന മതസംഹിതയും അല്ലെങ്കിൽ മത കൂട്ടായ്മയും നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ ധാർമ്മികമായി നല്ല മനുഷ്യരായി മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് തത്വദീക്ഷയുള്ള വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് ഏറെ സഹായകമാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആരാധനാക്രമം സഭയുടെ സൃഷ്ടിയാണോ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണോ, അതെങ്ങനെയാണ് നമ്മൾ സഭയിൽ കാണേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്തുമാത്രം ആരാധനാക്രമത്തിന് എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ആരാധനാക്രമം അല്ലെങ്കിൽ ആരാധന എന്ന് പറയും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് ദൈവികമായ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ ജോലിയാണ്, ദൈവികമായിട്ടുള്ള ഒറിജിൻ ഉള്ളതാണ്. അതായത് ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ കാണാനും കേൾക്കാനും പരിശ്രമിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ ആരാധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നോട് എന്താ ആവശ്യപ്പെടുന്നു, ഞാൻ ദൈവത്തോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് ദൈവത്തെ കാണേണ്ടത്, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ആരാധനാക്രമത്തിലൂടെയാണ്. ഒരുപക്ഷെ ഈ ആരാധനാക്രമത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് സഭയെയാണ്, നമ്മുടെ ആരുടെ വ്യക്തിപരമായൊരു കാര്യമല്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ ദൈവിക പ്രവൃത്തിയായ ഈ ആരാധന അല്ലെങ്കിൽ ലിറ്റർജി എന്ന് പറയുന്നത് അത് ഇന്നത്തെ രൂപത്തിൽ ക്രമീകരിക്കുന്നതിന് സഭയെ ഏൽപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ ആത്യന്തികമായിട്ട് അതിന് ഡിവൈൻ ഒറിജിനുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന, കൂദാശകൾ, അതുപോലെ തന്നെ യാമപ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ അത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള സഭയുടെ വിശ്വാസത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്.
ആ പ്രാർത്ഥനകളിലൂടെ അതുപോലെ തന്നെ ആ പാട്ടുകളിലൂടെയൊക്കെ നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. അത് വെറുമൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനാൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യനാൽ ചേർക്കപ്പെട്ട പാട്ടുകളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അല്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ ആദിമസഭയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വളർന്നു വന്ന രൂപമാണ് ഇന്നത്തെ നമ്മുടെ ആരാധനാക്രമം. അതിൻ്റെ ചാർജ് ഒരു സമൂഹത്തിനാണ്, സഭയ്ക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കാണാനോ അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്താനോ ഇഷ്ടമുള്ള രീതിയിൽ അത് അർപ്പിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. കാരണം അത് സഭയുടെ പൊതുവായിട്ടുള്ള ആരാധനയാണ്, സഭയുടെ പൊതുവായിട്ടുള്ള പ്രാർത്ഥനയാണ്, പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവികമായ പ്രവൃത്തി അത് അനുഷ്ഠിക്കാനായിട്ട്, അത് കൈകാര്യം ചെയ്യാനായിട്ട് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു പക്ഷേ മനുഷ്യർ കൈകാര്യം ചെയ്യുമ്പോൾ അതിലൊക്കെ ചില പല കാലഘട്ടങ്ങളിലൂടെ ചില എറേഴ്സൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ ബേസിക്കലി ലിറ്റർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ഷൻ ഓഫ് ഗാഡ്, ഇറ്റ്സ് എ വർക്ക് ഓഫ് ഗാഡ് ആൻഡ് ഇറ്റ്സ് ഓഫ് ഡിവൈൻ ഒറിജിൻ. അങ്ങനെ കിട്ടിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് ലത്തീനിൽ, ലെറ്റ്സ് ഒറാന്തി ലെറ്റ്സ് ക്രെദേന്തി എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് പ്രയർ ഈസ് റൂൾ ഓഫ് ഫെയ്ത്ത്. നമ്മൾ പ്രാർത്ഥനയിലൂടെ പാട്ടുകളിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പാട്ടുകളും ആ പ്രാർത്ഥനകളും നമ്മുടെ വിശ്വാസത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ഞാൻ ഈശോയെ എങ്ങനെ കാണുന്നു, പിതാവായ ദൈവത്തെ എങ്ങനെ കാണുന്നു, പരിശുദ്ധാത്മാവിനെ എങ്ങനെ കാണുന്നു, പരിശുദ്ധ അമ്മയെ എങ്ങനെ കാണുന്നു, ഇതൊക്കെ നമ്മൾ ഏറ്റുപറയുന്ന രംഗമാണ് യഥാർത്ഥത്തിൽ ലിറ്റർജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ വിശ്വാസമാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള ഒരു ദൈവികമായിട്ടുള്ള ഡൈമെൻഷൻ എപ്പോഴും പ്രാർത്ഥനയ്ക്കുണ്ട്. ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനയ്ക്കുള്ള ആ പ്രാർത്ഥന സമുച്ചയം നമുക്കൊരിക്കലും നമുക്കൊരിക്കലും നമ്മുടേതായ രീതിയിൽ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ലിറ്റർജി എന്ന് പറയുന്നത് അത് ഇന്ന് കാണുന്ന രീതിയിൽ സഭ തുടങ്ങിയതല്ല. അത് കാലഘട്ടങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ നമുക്ക് ആദ്യ ദശകത്തിലൂടെ ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനാ ശകലങ്ങളാണ് ഇന്ന് നമുക്ക് ആരാധനാക്രമമായിട്ട് അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിവൈൻ ടച്ചുണ്ട്. ഈശോ തന്നെയാണ് ലിറ്റർജിയുടെ കേന്ദ്രബിന്ദു. ആ ഈശോയുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ, അത് പഴയ നിയമമാണെങ്കിലും അതിന് തുടർച്ചയായിട്ടുള്ള പൂർണ്ണതയായിട്ടുള്ള പുതിയ നിയമമാണെങ്കിലും ആ രക്ഷാകര ചരിത്രമാണ് നമുക്ക് ഈ ആരാധനാക്രമത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു ആഭിമുഖ്യം, ഒരു കാഴ്ചപ്പാട് ലിറ്റർജി പങ്കെടുക്കുമ്പോഴും ലിറ്റർജിയെ കൈകാര്യം ചെയ്യുമ്പോഴും ലിറ്റർജിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമുക്കുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.